എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 9, 10 വാക്യങ്ങൾ. ലൂക്കോസ് 19 9, 10 വാക്യങ്ങൾ. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിൻ്റെ കാലം തപസ്സിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും ഒക്കെ കാലമാണ്. ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും അലച്ചിലുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൈവകൃപയുടെ തണലിൽ അഭയം തേടുന്ന തപസ്സിൻ്റെ ദിനങ്ങളാണ് നോമ്പുകാലം. തപസ്സിൻ്റെ ഇടത്താവളങ്ങളിൽ നിന്നും തീർത്ഥാടനത്തിൻ്റെ നേർപ്പാതയിലേക്കുള്ള പുതിയ പുറപ്പാടാണ് ഓരോ നോമ്പുകാലവും. സക്കായിയുടെ സാക്ഷ്യ ജീവിതം തപസ്സിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും വേറിട്ട ഒരു നോമ്പുകാല ചിന്തയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. തപസ്. നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ധനികനുമായിരുന്നു സക്കായി. ഒരു കുത്തക മുതലാളിയായ ചുങ്കക്കാരൻ. സക്കായി എന്ന പേരിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ അല്ലെങ്കിൽ പരിശുദ്ധൻ എന്നൊക്കെയാണ്. എന്നാൽ ചതിവായി പണം വാങ്ങി കൂട്ടിയതിൽ അഴിമതി വീരൻ എന്ന സമൂഹവും ചുങ്കക്കാരൻ എന്ന ലേബൽ ഉള്ളതിനാൽ പാപി എന്ന സഭയും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതിൽ ഒട്ടും അതിശയോക്തിയില്ല. തൻ്റെ പണി കൊണ്ടും പണം കൊണ്ടും സൽപ്പേരും സാക്ഷ്യവും നഷ്ടപ്പെട്ട സക്കായിക്ക് ദിനം പ്രതി ഉയരം കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ അവനേക്കാൾ ഉയരം കൂടിയവർ അവന് മുൻപിലുണ്ടായിരുന്നതാണ്. ഈ കുറവ് പരിഹരിക്കാൻ സക്കായി സ്വയം കണ്ടുപിടിച്ച മാർഗമാണ് മരക്കൊമ്പിലെ തപസ്. ആൾക്കൂട്ടത്തിൽ നിന്നും ആരവങ്ങളിൽ നിന്നൊക്കെ മാറി വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും അല്പം അകലെ അത്തിമരത്തിൻ്റെ മുകളിൽ ഇലച്ചാർത്തുകളുടെ ഇടയിൽ സ്വസ്ഥമായി ഒളിഞ്ഞിരുന്ന് തപസ് അനുഷ്ഠിക്കുകയാണ് സക്കായി. തൻ്റെ തപസ്സിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: യേശു എന്ന പരമ ഗുരുവിനെ കാണുക. തപസ് അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ മനസ്സറിഞ്ഞ് യേശു സക്കായിക്ക് പ്രത്യക്ഷനാകുന്ന രംഗം ഈ ധ്യാനത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. നോമ്പ് അഥവാ തപസ് അനുഷ്ഠിക്കുന്നതിന് വേറിട്ട സ്ഥലവും വ്യക്തമായ ലക്ഷ്യവും വേണം. യേശു തൻ്റെ തപസ്സിൻ്റെ നീണ്ട 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് തിരഞ്ഞെടുത്ത വേറിട്ട സ്ഥലം മരുഭൂമിയാണ്. ലക്ഷ്യമോ അതിനുശേഷമുള്ള തൻ്റെ ഗലീലയിലെ രക്ഷണ പ്രവർത്തനവും ഗതസമനയിൽ യേശു ശിഷ്യന്മാരിൽ നിന്നും ഒരു കാതം മുമ്പോട്ട് മാറി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നത് മാത്രമാണ്. നോമ്പുകാലത്ത് സക്കായിയെ മരം കയറി എന്ന് ആക്ഷേപിക്കുന്നതിന് പകരം തിരക്കുകൾക്കിടയിലും വേറിട്ട ഒരു സ്ഥലം കണ്ടെത്തി ധ്യാന നിമഗ്നനായ യേശുവിനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു താപസന്റെ നിമിഷങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നോമ്പുകാലത്ത് ധ്യാനത്തിനായി നമ്മൾ കണ്ടെത്തേണ്ട സമയവും സ്ഥലവും ഒക്കെ എത്ര വിലപ്പെട്ടതാണ് എന്ന് ഓർക്കണം. രണ്ടാമത് ഒരു തീർത്ഥാടനമാണ് സക്കായിയുടെ ജീവിതം. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുക, ദൈവത്തെ ദർശിക്കുക, ഉദ്ദിഷ്ടകാര്യം സാധിക്കുക എന്നിവ ഒരു തപസ്സനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ പ്രഥമ ലക്ഷ്യങ്ങളാണ്. എന്നാൽ ദൈവം ഒരു താപസിയെ ദർശിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റപ്പെടുന്നതുമാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. മരക്കൊമ്പിലെ ഇലച്ചാർത്തുകൾക്കിടയിൽ തപസ്സിരുന്ന സക്കായിയെ യേശു കാണുന്നു. യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മരത്തിൽ നിന്നും ഇറങ്ങിയ സക്കായിയെ തീർത്ഥാടനത്തിൻ്റെ പുതിയ വഴിയിലേക്ക് ഗുരു നയിക്കുന്നു. നോമ്പ് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒളിത്താവളമല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പുതിയ പുറപ്പാടാണ്. ദൈവം നമ്മെ സന്ദർശിക്കുന്ന സന്ദർഭങ്ങളാണ് നോമ്പിലെ ധന്യ നിമിഷങ്ങൾ. സക്കായി മരത്തിൽ കയറി യേശുവിനെ കാണുമ്പോൾ യേശു സക്കായിയുടെ മനസ്സിൽ കയറി അവൻ്റെ ജീവിതത്തെ സമൂലം നോക്കിക്കാണുന്നു. തപസ്സിന് ശേഷമുള്ള നമ്മുടെ പുതിയ പുറപ്പാട് എങ്ങോട്ടായിരിക്കണമെന്ന് ഈ വചനങ്ങളിലുണ്ട്. അല്പസമയത്തെ വനവാസത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് യേശു സക്കായിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ പറയുന്നു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു.
വഴിയരിയിൽ നിന്ന് വീട്ടിലേക്കും മരത്തിൽ നിന്ന് മാളികയിലേക്കും പച്ചമരത്തണലിൽ നിന്ന് ദൈവകൃപയുടെ തണലിലേക്കുമുള്ള പുതിയ തീർത്ഥാടനത്തിനായി യേശു സഖായിയെ ക്ഷണിക്കുന്നു. നോമ്പിന് ശേഷമുള്ള നമ്മുടെ പുറപ്പാട് അഥവാ മടങ്ങിവരവ് നമ്മുടെ ഭവനത്തിലേക്കായിരിക്കണം. തപസ് വീടും നാടും വിട്ടുപോകാനുള്ള തിടുക്കമല്ല, വീട്ടിലേക്കും നാട്ടിലേക്കും പുതിയ മനുഷ്യരായി മടങ്ങി വരാനുള്ള ഒരുക്കമാണ്. തപസ്സിൻ്റെ അത്തിമരങ്ങൾ നമുക്ക് തീർത്ഥാടനത്തിൻ്റെ ഇടമായിരിക്കാം. അതിൽ നിന്നും തീർത്ഥാടന പാതയിലെ പൈതൃക ഭവനമായ അബ്രഹാമിൻ്റെ അരമനയിലേക്കാണ് യേശു സഖായിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. സ്വഭവനത്തിൽ നിന്നും സ്വദേശത്തിൽ നിന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വീട്ടിലേക്കും നാട്ടിലേക്കും യാത്ര ചെയ്ത തീർത്ഥാടകനാണ് അബ്രഹാം. അബ്രഹാമിനെ പോലെ സഖായിയെ പോലെ പുതിയ പുറപ്പാടിനൊരുങ്ങാൻ നമ്മെ വെല്ലുവിളിക്കുന്നതാകണം ഓരോ നോമ്പുകാലവും. പ്രാർത്ഥിക്കാം. കൃപയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ അനുഭവങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ നോമ്പുകാലം ധന്യമായി തീരുവാനും ലഭിക്കുന്ന ധാരാളം ദൈവവചനത്തിൻ്റെ ദർശനങ്ങൾക്കായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും വരാമായിരിക്കുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും വിടുവിച്ചുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ വഴി നടത്തണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.